മഹാനും ഭയങ്കരനുമായ ദൈവത്തെ വീണ്ടും ഞാൻ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. നിങ്ങൾ ഏവർക്കും ക്രിസ്തീയ വന്ദനങ്ങളും ഈ സമയത്ത് ഞാൻ നേരട്ടെ. ദൈവസന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് ഈ ആഴ്ചയുടെയും ആദ്യത്തെ നമ്മുടെ ക്ലാസിന്റെ ദിവസം അടുത്തു വരുവാനായിട്ട് കർത്താവ് കൃപ ചെയ്തല്ലോ. അങ്ങിങ്ങായി നമ്മെ സൂക്ഷിക്കുന്ന, പരിപാലിക്കുന്ന ദൈവത്തിന്റെ എല്ലാവിധമായ വഴികൾക്കായും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അല്പ സമയങ്ങളെ നമ്മുടെ മുമ്പിൽ ഇന്നുള്ളൂ. വേഗത്തിൽ അല്പസമയം നമുക്ക് വെളിപ്പാട് പുസ്തകം 10-ാമത്തെ അധ്യായത്തിൽ നിന്ന് ചില ചിന്തകൾ പങ്കുവയ്ക്കാം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഓർമ്മ കാണുമല്ലോ. 6-ാമത്തെയും 7-ാമത്തെയും കാഹള നാദങ്ങൾക്ക് ഇടയിൽ സംഭവിക്കുന്നതായി യോഹന്നാൻ രേഖപ്പെടുത്തിയിരിക്കുന്ന ചില കാര്യങ്ങളാണ്. രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ 6ഉം 7ഉം കാഹളങ്ങൾക്ക് ഇടയിലാണെങ്കിലും സംഭവിക്കുന്നത് അപ്പോൾ തന്നെ ആകണം എന്നില്ല എന്ന കാര്യവും നമ്മൾ കണ്ടല്ലോ. അവിടെ നാം ശക്തനായ മറ്റൊരു ദൂതനെ കണ്ടു. വളരെ വലിപ്പവും അധികാരവും ശക്തിയും ഒക്കെയുള്ള, ഇതുവരെ നമ്മൾ കണ്ട ദൂതന്മാരെക്കാളൊക്കെ ശക്തനായൊരു ദൂതൻ. അത് യേശുക്രിസ്തു ആണ്, മീഖായേലാണ് എന്നൊക്കെയുള്ള അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും മീഖായേൽ ആകുന്നെങ്കിൽ ആകട്ടെ, യേശുക്രിസ്തു അല്ല എന്നുള്ളതിന് നാം അത്യാവശ്യമായ തെളിവുകൾ കണ്ടു. അതിലേറ്റവും പ്രധാനം മറ്റൊരു ദൂതൻ എന്ന പ്രയോഗമാണ്. അപ്പോൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന ദൂതന്മാരിൽ ഒരുവൻ, അല്ലെങ്കിൽ ദൂതന്മാരുടെ അതേ ക്രമത്തിൽപ്പെട്ടവനെന്ന് നമുക്ക് മറ്റൊരു ദൂതൻ എന്ന പ്രയോഗത്തിൽ നിന്നും മനസ്സിലാകും. അദ്ദേഹത്തിന്റെ 10-ലധികം പ്രത്യേകതകളെ കുറിച്ച്, ഐഡന്റിറ്റിയെ കുറിച്ച് നമ്മൾ കാണുകയുണ്ടായി. പിന്നീട് അദ്ദേഹത്തിന്റെ കയ്യിൽ ഇരുന്ന തുറന്ന ചെറുപുസ്തകത്തെ പറ്റി കണ്ടു. അത് യോഹന്നാൻ തിന്നുന്നതിനെ കുറിച്ചും തന്റെ വായിൽ മധുരവും വയറ്റിൽ അത് കയ്പുമാകുന്നതിനെ കുറിച്ചും, അത് നിമിത്തം താൻ തുടർന്നും ശുശ്രൂഷകൾക്ക് വേണ്ടി, പ്രവചനത്തിന് വേണ്ടി തയ്യാറാവുന്നതിനെ കുറിച്ചുമൊക്കെ. പിന്നെ ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ടത് 7 ഇടിനാദത്തെ കുറിച്ചും അത് എഴുതാതെ വിട്ടേക്കുക എന്നതിനെ കുറിച്ചുമൊക്കെയായിരുന്നു. അപ്പോൾ എഴുതാതെ വിട്ടത് എന്താണെന്ന് നമുക്കറിയില്ല. മീൻസ് എന്താണ് എഴുതാഞ്ഞതെന്ന് നമുക്കറിയില്ല. എന്തുകൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ആ കാര്യങ്ങളായിരുന്നു നാം പറഞ്ഞ് കഴിഞ്ഞ ദിവസം നിർത്തിയത്. ഇത്രയും കാര്യങ്ങളിൽ എന്തെങ്കിലും വിശദീകരണം ഇനിയും ആവശ്യമുണ്ടെങ്കിൽ ദയവായിട്ട് ചോദിച്ചാട്ടെ. അല്ല, ഇതുപോലെ 18-ാം അധ്യായത്തിൽ മറ്റൊരു ദൂതനെ പറ്റി പറയുന്നുണ്ടല്ലോ. അന്നേരം അതും മറ്റൊരു ദൂതൻ തന്നെ ഇല്ലയോ? അതെ, അതെല്ലാം ദൂതന്മാരുടെ ഗണത്തിൽ തന്നെ പെട്ട ദൂതന്മാരാണ്. അവിടെ എങ്ങും നമ്മൾ യേശുവിനെ ആ ദൂതഗണത്തിൽ പെടുത്തേണ്ട ആവശ്യമില്ല. കാരണം ദൈവസന്നിധിക്ക് ദൂതന്മാർക്ക് ഒരു കുറവുമില്ല, ഇഷ്ടം പോലെയുണ്ട്. അപ്പം അങ്ങനെ മറ്റൊരു എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കതിൽ നിന്ന് മനസ്സിലാകുന്നത് ഇതുവരെ പറഞ്ഞു വന്ന ദൂതഗണത്തിൽ പെട്ടതും ഇതുവരെ പറഞ്ഞ ദൂതന്മാരിൽ നിന്ന് വ്യത്യസ്തനായ ആ ഗണത്തിൽപ്പെട്ടയാള്, എന്നാൽ ആ പഴയ ദൂതനല്ല, പുതിയൊരു ദൂതൻ എന്ന് മാത്രമേ ഉള്ളൂ. വേറെ എന്തെങ്കിലും? ഒന്നുമില്ല. അപ്പോൾ 10-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്
ദൂതനെ കുറിച്ച്, ദൂതന്റെ കയ്യിലെ പുസ്തകത്തെക്കുറിച്ച്, ദൂതന്റെ ആകാരം, ദൂതന്റെ ഷേപ്പ്, ആകാരം, ശബ്ദം, കൈകാലുകൾ, വലിപ്പം, അധികാരം, നിയോഗം, ഈ വിധ കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടു. കൂടുതൽ ആ ഭാഗത്ത് വിശദീകരണം ആവശ്യമില്ല എന്ന് നിങ്ങൾ പറയുകയും ചെയ്യുന്നു. 7 ഇടി നാദത്തെക്കുറിച്ചും ഈ ചെറുപുസ്തകത്തെക്കുറിച്ചുമാണ് നമുക്ക് വിശദീകരണം ആ ഭാഗങ്ങളിൽ വേണ്ടിയിരുന്നത്. ആ ഭാഗങ്ങൾ നമ്മൾ കാണുകയുണ്ടായി. ഇനിയും അതിന്റെ 5, 6, 7 വാക്യങ്ങളൊന്നും കൂടെ വായിച്ചോളൂ. 5, 6 and 7 പ്ലീസ്. സമുദ്രത്തിന്മേലും ഭൂമിമേലും നിൽക്കുന്നവനായി ഞാൻ കണ്ട ദൂതൻ വലങ്കൈ ആകാശത്തേക്ക് ഉയർത്തി. ഇനി കാലമുണ്ടാകയില്ല. 7-ാമത്തെ ദൂതൻ കാഹളം ഊതുവാനിരിക്കുന്ന നാദത്തിന്റെ കാലത്ത് ദൈവത്തിന്റെ മർമ്മം അവൻ തന്റെ ദാസന്മാരായ പ്രവാചകന്മാർക്ക് അറിയിച്ചു കൊടുത്തതുപോലെ നിവൃത്തിയാകുമെന്ന് ആകാശവും അതിലുള്ളതും ഭൂമിയും അതിലുള്ളതും സമുദ്രവും അതിലുള്ളതും സൃഷ്ടിച്ചവനായി എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ ചൊല്ലി സത്യം ചെയ്തു. മ്യൂട്ടാണ്. സോറി. ഈ വലിയ ശക്തനായ ദൂതൻ കൈ ആകാശത്തേക്കുയർത്തി പ്രഖ്യാപിക്കുന്ന ഒരു പ്രഖ്യാപനമാണ്. സ്തോത്രം. ഇനി കാലം ഉണ്ടാകില്ല. അർത്ഥം മനസ്സിലാകുമല്ലോ. നമ്മൾ പാട്ട് പാടുന്ന പോലെ കാലം എല്ലാം കഴിയും. ഇവിടെ കാലം എന്നതുകൊണ്ട് ടൈം അല്ലേ, ഇംഗ്ലീഷിൽ ടൈം എന്നല്ലേ കൊടുത്തിരിക്കുന്നത്. നോ മോർ ഡിലേ എന്നാണോ? അതെ. ഓക്കെ, ഇംഗ്ലീഷിലും കൂടെ വായിച്ചു ആ വാക്യങ്ങൾ 5ഉം 6ഉം. And the angel whom I saw standing on the sea and on the land raised his right hand to heaven and swore by him who lives forever and ever, who created heaven and what is in it, the earth and what is in it, and the sea and what is in it, that there would be no more delay. Okay. There will be no more delay. ഹിന്ദി ഉണ്ടോ ആരുടെയും കയ്യിൽ? ആ 7-ാം വാക്യം ഹിന്ദിയിൽ എന്താ പറയുന്നത് നോക്കാമോ? There should be delay no longer. Yeah. वरन 7वें स्वर्गदूत के शब्द देने के दिनों में जब वह तुरही फूकने पर होगा तो परमेश्वर का गुप्त मनोरथ उस सुसमाचार के अनुसार जो उसने अपने दास भविष्यद्वक्ताओं को दिया पूरा होगा। और जिस शब्द करने वालों को मैंने स्वर्ग से बोलते सुना था वह फिर मेरे साथ बातें करने लगा कि जा, जो स्वर्गदूत समुद्र और पृथ्वी पर खड़ा है उसके हाथ में की खुली हुई पुस्तक ले लो। 5ഉം 6ഉം ആണോ വായിച്ചേ? 6-ാമത്തെ വാക്യമാണോ? 5, 6, 7 വായിച്ചത്. और जिस स्वर्गदूत को मैंने समुद्र और पृथ्वी पर खड़े देखा था उसने अपना दाहिने हाथ स्वर्ग की ओर उठाया और जो युगान युग जीविता रहेगा, और जिसने स्वर्ग को और जो कुछ उसमें है और पृथ्वी को और जो कुछ उस पर है और समुद्र को और जो कुछ उसमें है
सिरजा उसी की शपथ खाकर कहा, अब तो और देर न होगी। ठीक है, अब तो और देर ना होगी. ഇപ്പൊ മലയാളത്തിലേത് നിന്നും മലയാളത്തിൽ ഇനി കാലമുണ്ടാകയില്ല, അല്ലെ? അതിൽ നിന്നും വ്യത്യസ്തമാണ് ഇംഗ്ലീഷിലും ഹിന്ദിയിലും കൊടുത്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ ദൈവം പ്രവാചകന്മാരിലൂടെ അറിയിച്ച മർമ്മങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടി ഇനിയും കാലദൈർഘ്യം ഉണ്ടാകയില്ല, കാലതാമസം ഇല്ല. നോ ലോങ്ങർ ഡിലേ, ദേർ നഹി ഹോഗ. ദൈവീക വാഗ്ദത്തങ്ങളുടെ പൂർത്തീകരണത്തിനായി, ദൈവീക മർമ്മങ്ങളുടെ നിറവേറലിനായി, ദൈവത്തിന്റെ അനാദി നിർണയത്തിന്റെ പൂർത്തീകരണത്തിനായി ഇനിയും കാത്തിരിപ്പ് വേണ്ട, ഇനിയും കാലദൈർഘ്യം ഇല്ല. നോ മോർ ഡിലേ. അപ്പൊ കാലമില്ല എന്നത് കാലദൈർഘ്യമില്ല എന്നാണ് അതിന്റെ അർത്ഥം. കാലമില്ല എന്ന മലയാള പ്രയോഗത്തിന്റെയും സൂചന അത് തന്നെയാണ്. എന്ന് വെച്ചാൽ നിത്യത ആരംഭിക്കാറായി എന്ന്. നിത്യത ആരംഭിക്കാറായി. Amplified natha, there should be no more waiting or delay. Yeah. ഇനി കാത്തിരിക്കേണ്ട സമയം ഇല്ല. സ്തോത്രം. ഹിന്ദിയിലെ എന്തോ ഇങ്ങോട്ടായിരുന്നോ? അപ്പോൾ ഇവിടെ ദൂതൻ പ്രഖ്യാപിക്കുകയാണ്, എന്തിനു വേണ്ടിയാണോ സൃഷ്ടികൾ ഞരങ്ങി കാത്തിരിക്കുന്നത് അത് നിവർത്തിക്കപ്പെടുവാൻ ഇനിയും കാത്തിരിക്കേണ്ടതില്ല. വെളിപ്പാട് പുസ്തകത്തിന്റെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ 6-ാം അധ്യായത്തിൽ 5-ാമത്തെ മുദ്ര പൊട്ടിച്ചപ്പോൾ യാഗപീഠത്തിന്റെ കീഴിൽ രക്തസാക്ഷികളുടെ ആത്മാക്കളെ കണ്ടു. അവർ പ്രതികാരം ചെയ്യുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ദൈവം പ്രതികാരം ചെയ്യുക എന്നതിനേക്കാൾ നീതി നടപ്പാക്കേണ്ടതിന് വേണ്ടി നിലവിളിച്ചു. ദൈവം അവരോട് പറഞ്ഞു, കർത്താവ് അവരോട് പറയുന്നു, അല്പകാലം കൂടെ കാത്തിരിക്കുക. ആ പശ്ചാത്തലത്തിൽ ഈ 10-ാം അധ്യായത്തിന്റെ 6-7 വാക്യങ്ങളെ എടുത്താൽ, അല്ലെങ്കിൽ 5-6-7 വാക്യങ്ങളെ എടുത്താൽ, ദൂതൻ പറയുകയാണ്, ആ കാത്തിരിക്കാൻ പറഞ്ഞ കാലവും തീർന്നു. ദൈവം ചെയ്യുവാനിരിക്കുന്നത് ഉടൻ തന്നെ നടത്തും. ഉടൻ തന്നെ കാര്യങ്ങൾ നിവർത്തിക്കും. സ്തോത്രം. അപ്പോൾ ദൈവീക വാഗ്ദത്തങ്ങൾ നിവർത്തിക്കുന്നതിന് ഇനിയും കാലദൈർഘ്യം ഇല്ല. സ്തോത്രം. കാലങ്ങൾ തീരുന്നതിന് ഇനി കാലദൈർഘ്യമില്ല. സാത്താന്യ ഭരണം അവസാനിക്കുന്നതിന് ഇനി കാലദൈർഘ്യം ഇല്ല. ദൈവിക ന്യായവിധി നടപ്പാക്കുന്നതിന് കാലദൈർഘ്യമില്ല. നിത്യത തുടങ്ങുന്നതിന് കാലദൈർഘ്യമില്ല. അതിനോട് ആ കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേർക്കാം. അതാണ് ആ 6-ാം വാക്യത്തിൽ നാം പറയുന്നത്. സ്തോത്രം. So the mighty angel gave a solemn oath, declaring
that the end is irrevocably set in motion. കാലം സമയത്തിന്റെ അവസാന പാദങ്ങളിലേക്ക് എത്തിയിരിക്കുന്നു. ഒരു പുസ്തകത്തിന്റെ അവസാന അധ്യായങ്ങൾ പേജുകളിലേക്ക് വായിച്ചെത്തുന്നത് പോലെ, ഒരു യോഗത്തിന്റെ ആശീർവാദം പറയാൻ നിൽക്കുന്നത് പോലെ, ഇവിടെ ദൂതൻ പറയുകയാണ്, ദൈവം അനാദിയിൽ നിർണയിച്ച നിർണയങ്ങളിൽ നിത്യതയുടെ തുടക്കത്തിലേക്ക് എത്തുന്നതിന് ഇനിയും കാലങ്ങൾ അധികം ഇല്ല. സ്തോത്രം. നമ്മൾ കഴിഞ്ഞ 2000-ഓളം വർഷങ്ങളായിട്ട് പറഞ്ഞും പ്രസംഗിച്ചും വരികയാണ്, വേഗത്തിൽ നടക്കുന്നു. അതിന്റെ അവസാനത്തെ ഭാഗത്താണ് ഇപ്പോൾ എത്തി നിൽക്കുന്നതെന്ന് ദൂതൻ പറയുകയാണ്. അപ്പോൾ ഇവിടെ ഈ സംഭവം, ഈ കാര്യം നടക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ 10-ാം അധ്യായത്തിലെ ദൂതന്റെ പ്രഖ്യാപനം ഉണ്ടാകുമ്പോൾ സംഭവിച്ചു തീർന്നത് ഒരു കാര്യമേ ഉള്ളൂ. ദൈവത്തിന്റെ അനാദി നിർണയത്തിലെ ഒരു കാര്യം മാത്രമേ ഇപ്പോൾ സംഭവിച്ചു തീർന്നിട്ടുള്ളൂ. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ 10-ാം അധ്യായത്തിലെ സംഭവങ്ങൾ നടക്കുമ്പോൾ. എന്ത്? അതെന്തുവാ സംഭവിച്ച് തീർന്നതെന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് ഈ സമയത്ത്? ഉപദ്രവങ്ങൾ, ന്യായവിധികള്. ന്യായവിധികളും തീർന്നിട്ടില്ല, തീരാൻ പോകുന്നതേ ഉള്ളൂ. യെസ്, റാപ്ചർ ഓഫ് ദ ചർച്ച്. സ്തോത്രം. യെസ് ഷേർലി സിസ്റ്റർ, റാപ്ചർ ഓഫ് ദ ചർച്ച്, വിശുദ്ധന്മാരുടെ തേജസ്കരണം, നമ്മുടെ രക്ഷയുടെ പൂർത്തീകരണം മാത്രമേ ഈ സമയത്ത് നടന്നിട്ടുള്ളൂ, പൂർത്തീകരിച്ചിട്ടുള്ളൂ. ദൈവസഭയുടെ തേജസ്കരണം അത് മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വം അത് മാത്രമേ നടന്നിട്ടുള്ളൂ. എന്നാൽ ദൈവത്തിന്റെ അനാദി നിർണയത്തിലെ ബാക്കി ഘടകങ്ങളൊക്കെ സംഭവിപ്പാനിരിക്കുന്നതേ ഉള്ളൂ, സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇവിടെ പറയുന്നു അത് തീരാൻ പോവുകയാണ്, അതിന്റെ പൂർത്തീകരണത്തിലേക്ക് എത്താൻ പോവുകയാണ്. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടായിരിക്കുമല്ലോ. അപ്പോ ഞാന് ഏഴ് കാര്യങ്ങൾ നമ്മുടെ ഗ്രൂപ്പിലായിരുന്നുവോ മറ്റേതോ ഞങ്ങളുടെ ലോക്കൽ ചർച്ചിന്റെ ഗ്രൂപ്പിലായിരുന്നോ ഞാൻ പറഞ്ഞായിരുന്നു. സിയിൽ തുടങ്ങുന്ന 7 കാര്യങ്ങൾ: ക്രിയേഷൻ, കറപ്ഷൻ, കാറ്റസ്ട്രോഫി, കൺഫ്യൂഷൻ, ക്രൈസ്റ്റ്, ക്രോസ് ആൻഡ് കൺസ്യൂമേഷൻ. നമ്മുടെ കൂട്ടത്തിലായിരുന്നു ഞാൻ പറഞ്ഞ? എവിടെയോ ഒരിടത്ത് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. നമ്മുടെ കൂട്ടത്തിലല്ല. ക്ലിയർ ആയില്ല അങ്ങൾ പറഞ്ഞത്. ആണെങ്കിലും ഓർമ്മയില്ലെന്നാ പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ലോക്കൽ ചർച്ചിന്റെ ഏതോ ഒരു മീറ്റിങ്ങിലായിരുന്നുവോ എന്ന്. ഞാൻ എവിടെ ഇത് പറഞ്ഞു. ഏതായാലും 7, അതായത്
ലോക ചരിത്രത്തെ മുഴുവനും കൂടെ സംക്ഷേപിക്കുവാൻ കഴിയുന്ന 7 വാക്കുകളാണിത്. ഒന്ന് ക്രിയേഷൻ അഥവാ സൃഷ്ടി, 2 കറപ്ഷൻ, സൃഷ്ടി കഴിഞ്ഞിട്ട് ആ സൃഷ്ടിയുടെ വികൃതമായ അവസ്ഥ, പാപം നിമിത്തം ഉണ്ടായതാണത്. 3 കാറ്റസ്ട്രോഫി, പാപം പ്രവേശിച്ചു കഴിഞ്ഞ് കറപ്ഷൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ദൈവം നോഹയുടെ കാലത്ത് അയച്ച പ്രകൃതി ക്ഷോഭങ്ങളാണ് കാറ്റസ്ട്രോഫി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും കൺഫ്യൂഷൻ, ബാബേൽ ഗോപുരത്തിൽ വെച്ചുണ്ടായ സംഗതികളാണ്. ആകപ്പാട് കുഴച്ചിലായി, ഭാഷ തിരിച്ചറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭാഷ തിരിച്ചറിയാതെ വന്നപ്പം അടിയും പിടിയൊക്കെ ഉണ്ടായി കാണാൻ സാധ്യതയുണ്ട്. നമ്മുടെ വീട്ടിൽ തന്നെ ഒരിക്കൽ പറഞ്ഞു, ഒന്നും കൂടെ ഉറച്ചു പറഞ്ഞു, എന്തുവാ ഇത്രയും ചോദിച്ചാൽ മതി, അവിടുത്തെ സമാധാന അന്തരീക്ഷം കേട്ടു. അപ്പൊ പിന്നെ ഒരു ഭയങ്കര പ്രോജക്റ്റ് നടക്കുന്നിടത്തെ ആ സൈറ്റിലെ ആശയക്കുഴപ്പം എന്ത് വല്ലാത്ത കൺഫ്യൂഷനിലേക്ക് എത്തിച്ചിട്ടുണ്ടാവും നമുക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ. കൺഫ്യൂഷൻ, കുഴച്ചിൽ. അങ്ങനെ ആ കുഴച്ചിൽ ഇങ്ങനെ പോകുമ്പോഴാണ് 5-ാമത്തെ കാര്യം, ദൈവം തന്റെ ക്രിസ്തുവിനെ അയക്കുന്നു, ക്രൈസ്റ്റ്. 6-ാമത്തേതാണ് ദ ക്രോസ്, ക്രൂശീകരണം. അവസാനമായി കൺസ്യൂമേഷൻ, പൂർത്തീകരണം, തികവ്. ആ കൺസ്യൂമേഷനിലെ ഒത്തിരി കാര്യങ്ങളുണ്ട്, ആ പൂർത്തീകരണത്തിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. ആ പൂർത്തീകരണങ്ങളുടെ പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം, ദ ബുക്ക് ഓഫ് കൺസ്യൂമേഷൻസ്. ഒന്നിലധികം നിവൃത്തികളുടെ പുസ്തകമാണ്, ഒന്നിലധികം പൂർത്തീകരണങ്ങളുടെ പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. അതിൽ എല്ലാം പൂർണ്ണമാവുകയാണ്. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ദൈവത്തിന്റെ അനാദി നിർണയം വെളിപ്പാട് പുസ്തകത്തിൽ പൂർണ്ണമാകുന്നു. ആ ദൈവത്തിന്റെ അനാദി നിർണയത്തിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിലേറ്റവും ആദ്യത്തേതാണ് ദൈവസഭയുടെ ഉൽപ്രാവണം, തിരുസഭയുടെ എടുക്കപ്പെടൽ, ക്രിസ്തുവിൽ വിശ്വസിച്ച വിശുദ്ധന്മാരുടെ രക്ഷയുടെ പൂർത്തീകരണം. സ്തോത്രം. റോമർ 8:23 പറയുന്നത് പോലെ, ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നമുക്ക് നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വം ലഭിക്കുന്ന അവസ്ഥ. ഈ വെളിപ്പാട് 10-ാം അധ്യായത്തിൽ ഈ നമ്മളിപ്പോൾ പഠിക്കുന്ന കാര്യങ്ങൾ, വിശേഷിച്ച് 5, 6, 7 വാക്യങ്ങൾ പറയുമ്പോൾ ഏറ്റവും ആദ്യം അവിടെ നിറവേറ്റപ്പെട്ടതൊന്നേയുള്ളൂ, ദൈവസഭയുടെ തേജസ്കരണം എന്നതിനെ വിളിക്കാം. ദ ഗ്ലോറിഫിക്കേഷൻ ഓഫ് ദ ചർച്ച് ഈസ് ഓവർ ബൈ ദിസ് പെർട്ടിക്കുലർ ടൈം. കർത്താവിന്റെ മഹാപുരോഹിത ശുശ്രൂഷ നിവർത്തിച്ചിട്ട് പിതൃസന്നിധിയിൽ നിന്ന്, പിതൃവലഭാഗെ നിന്ന് എഴുന്നേൽക്കുന്നു, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു, സഭയെ തന്റെ അടുക്കലേക്ക് ചേർക്കുന്നു, സഭയെ തന്റെ അടുക്കലേക്ക് ചേർക്കുന്നു. അങ്ങനെ സഭയുടെ തേജസ്കരണം നടക്കുന്നു. സഭ എടുക്കപ്പെടുകയും തേജസ്കരിക്കപ്പെടുകയും നമ്മുടെ പ്രവർത്തികളുടെ ന്യായവിധി നടക്കുകയും പ്രതിഫലം വിഭജിക്കുകയും ചെയ്യുന്നു. നമ്മൾ അങ്ങനെ 1 തെസലോനിക്കർ 4:16-17 വാക്യങ്ങളിൽ പറയുന്നത് പോലെ എന്നേക്കും കർത്താവിനോട് കൂടെ ഇരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കഴിയുന്നു. ഇത് നിവർത്തിക്കപ്പെട്ടു. ബാക്കിയുള്ളതെല്ലാം നിവർത്തിക്കപ്പെടണം. റിമൂവൽ ഓഫ് സിൻ, സൈറ്റൻ ആൻഡ് ഡെത്ത്. പാപം, പിശാച്, മരണം എന്നിവ തുടച്ച് നീക്കപ്പെടണം.
ഡീകേ ഓർ മോർട്ടാലിറ്റി, ദ്രവത്വം മാറിപ്പോകണം. ഇന്ന് കാൺമതെല്ലാം അഴിയണം. എവ്രിതിങ് ദാറ്റ് ഈസ് വിസിബിൾ ഷുഡ് ബി റിമൂവ്ഡ്. അതായത് പാപത്താൽ വീഴ്ച വന്ന ഈ മുഴു പ്രപഞ്ചത്തിനും മാറ്റമുണ്ടാവണം. ആ കൺസ്യൂമേഷൻ അഥവാ പൂർത്തീകരണം എന്നതിൽ ഇതെല്ലാം ഉൾപ്പെടും. അതിലെ ആദ്യ ഘടകം മാത്രമാണ് ദൈവസഭയുടെ തേജസ്കരണം. അത് ഈ സംഭവത്തിനോടകം നടന്നു കഴിഞ്ഞു. എന്നിട്ടാണ് ബാക്കി കാര്യങ്ങളും ക്രമാനുഗതമായി നടക്കാൻ, തീരാൻ, പൂർത്തിയാകാൻ പോകുന്നു എന്ന് ദൂതൻ പറയുന്നത്. ഈ പറയുമ്പോൾ ഏറ്റവും ആസന്നമായി നിവർത്തിക്കാൻ പോകുന്ന കാര്യമാണ് ഇസ്രായേലിന്റെ ന്യായവിധി, ദ ജഡ്ജ്മെന്റ് ഓഫ് ഇസ്രായേൽ, ദ ഫൈനൽ റെസ്റ്റോറേഷൻ ഓഫ് ഇസ്രായേൽ. ഇസ്രായേലുമായുള്ള ബന്ധത്തിൽ ഇസ്രായേലിന്റെ ന്യായവിധിയും ഇസ്രായേലിന്റെ അന്തിമമായ യഥാസ്ഥാപനവും പൂർത്തീകരിക്കപ്പെടാൻ പോകുന്നു. ഇത് രണ്ടും പൂർത്തിയാകാൻ ഇനി കാലദൈർഘ്യം ഇല്ല. പിന്നെ എന്താണ് നിവർത്തിക്കപ്പെടേണ്ടത്, പൂർത്തിയാകേണ്ടത്? മാനുഷിക ഭരണകൂടങ്ങൾ മാറി ദൈവാധിപത്യം തുടങ്ങാൻ ഇനിയും കാലം അധികം ഇല്ല. No more waiting period for the removal and dismissal of human governments and induction or installation of divine government, theocracy. മാനുഷിക ഭരണകൂടങ്ങൾ മാറി അവയെ മാറ്റി ദൈവാധിപത്യം തുടങ്ങാൻ ഇനി എന്തില്ല? കാലമില്ല. ഇനിയും കാലദൈർഘ്യം ഇല്ല. ഞാൻ പറയുന്നത് നിങ്ങൾ എത്തുന്നുണ്ടോ? സ്തോത്രം. പിന്നെന്താണ്? പിശാചിന്റെ വാഴ്ച തീരാൻ, പിശാചിന്റെ വാഴ്ച തീരാൻ, to bring the satanic rule to an end. സാത്താന്യ വാഴ്ചയ്ക്ക് അവസാനം വരാൻ ഇനിയും കാലമില്ല, ഇനിയും നേരം അധികം ഇല്ല. Otherwise, for the removal of Satan from among men, മനുഷ്യരുടെ ഇടയിൽ നിന്നും സാത്താനെ നീക്കാൻ, അവനെ ബന്ധിക്കാൻ ഇനിയും കാലം അധികമില്ല. സ്തോത്രം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ ദൂതൻ വിളിച്ചു പറയുന്നത്. ഇനി കാലമില്ല അഥവാ കാല ദൈർഘ്യമില്ല. ആത്യന്തികമായി നിത്യതയുടെ തുടക്കം. ദൈവവും ദൈവത്തിന്റെ വിശുദ്ധന്മാരുമല്ലാതെ വേറെ ആരും വേറെ ഒന്നും ഇല്ലാത്ത ഒരവസ്ഥ. ഇതാണ് സത്യത്തിൽ വേദപുസ്തകം പറയുന്ന നിത്യത. ആ നിത്യതയുടെ രണ്ട് ഘടകങ്ങൾ നമുക്കറിയാം. ദൈവത്തോട് കൂടെ ഉള്ള നിത്യതയും ദൈവത്തിൽ നിന്ന് അകന്നുള്ള നിത്യതയും. So the final consummation is the induction or the commencement of eternity. Stotra, eternity. That eternity has two edges, two sides. One is the hopeful eternity with God, where there is no sin,
Satan, consequences of sins, no more tears, no more death, no more pain. Only God and his saints in the pinnacle of divine joy, glory, and everything divine. And the second phase is an eternity away from or without God. That's about the lake of fire. Eternal doom. അപ്പോൾ ദൈവത്തിന്റെ അനാദി നിർണയം സകല കാലത്തിനും മുമ്പേ ദൈവം അരുളി ചെയ്തത്, സകല സൃഷ്ടിക്കും മുമ്പേ ദൈവം ഒരുക്കിയത്, ലോകസ്ഥാപനത്തിനു മുമ്പേ ദൈവം തിരഞ്ഞെടുത്തത് ഒക്കെയായ ദൈവത്തിന്റെ ആ അനാദി നിർണയത്തിന് രണ്ട് ഭാഗങ്ങൾ. ഒന്നാമത്തെ ഭാഗം ദൈവത്തോടു കൂടെ ഉള്ള നിത്യത, ദൈവവും ദൈവത്തിന്റെ വിശുദ്ധന്മാരും മാത്രം, മരണമില്ലാത്ത, പിശാചും പാപവും ദുഃഖവും കരച്ചിലും വേദനയും ഒന്നുമില്ലാത്ത, പാപത്തിന്റെ യാതൊരു കോൺസിക്വൻസസ് പരിണിത ഫലങ്ങളുമില്ലാത്ത ദൈവത്തോടൊപ്പമുള്ള സൗഭാഗ്യകരമായ നിത്യത. മറ്റൊന്ന് ദൈവത്തെ കൂടാതെ ഉള്ള, ദൈവത്തിൽ നിന്നും അകന്ന് ഉള്ള നിത്യനാശം എന്ന ശിക്ഷാവിധിയുടെ നിത്യത. ഇവിടെ ഇനി കാലമില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ ഏറ്റവും പരമമായ, ഏറ്റവും ഒടുവിലത്തെ ഘടകമാണ് ഇപ്പോൾ ഈ പറഞ്ഞ നിത്യതയുടെ രണ്ട് മുഖങ്ങൾ. ആ നിത്യതയുടെ പൂർത്തീകരണത്തിലേക്ക് എത്തുവാൻ ചില ചവിട്ടുപടികളുണ്ട്. അതിലൊന്നാമത്തേതാണ് ഇതിനോടകം പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് നമ്മൾ പറഞ്ഞ ദൈവസഭയുടെ തേജസ്കരണം. ഇതിനോടകം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്നർത്ഥമല്ല, ഈ വെളിപ്പാട് 10-ാം അധ്യായത്തിലെ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ എന്നർത്ഥം. അതിനുശേഷം ജാതികളുടെയും ഇസ്രായേലിന്റെയും ന്യായവിധി, ഇസ്രായേലിന്റെ വീണ്ടെടുപ്പ്, മാനുഷിക ഭരണകൂടങ്ങളെ മാറ്റി ദൈവീക ഭരണകൂടം സ്ഥാപിക്കുന്നത് എന്നിങ്ങനെയെല്ലാമുള്ള നിത്യതയുടെ ആ ശൃംഖല, ആ സംഭവങ്ങളുടെ ശൃംഖല, അവകളെല്ലാം പടിപടിയായി നിവർത്തിക്കപ്പെടുവാൻ ഇനിയും കാത്തിരിക്കേണ്ടതില്ല, കാലമില്ല എന്നാണ് ഇവിടെ ദൂതൻ വിളിച്ചു പറയുന്നത്. സ്തോത്രം. ഇത്രയും കാര്യങ്ങള് വ്യക്തമാണോ? എന്തെങ്കിലും വിശദീകരണം? ഒന്നുമില്ലല്ലോ. അപ്പോൾ ദൂതപ്രഖ്യാപനത്തിലെ നാം 10-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിന്റെ തുടക്കത്തിൽ കാണുന്ന ഇനി കാലം ഇല്ല. സ്തോത്രം. എങ്കിൽ അടുത്തതായി നാം അവിടെ കാണുന്നത് 7-ാമത്തെ ദൂതൻ കാഹളം ഊതുവാനിരിക്കുന്ന സമയത്തിന്റെ കാലത്ത്, നാദത്തിന്റെ കാലത്ത്, കാഹള ഊതാനിരിക്കുന്ന നാദത്തിന്റെ, അതായത് കാഹളനാദത്തിന്റെ കാലത്ത് ദൈവത്തിന്റെ മർമ്മം അവൻ തന്റെ ദാസന്മാരായ പ്രവാചകന്മാർക്ക് അറിയിച്ചു കൊടുത്തതുപോലെ നിവൃത്തിയാകേണ്ടതിന്, സ്തോത്രം,
അപ്പോൾ അവിടെ തന്നെ ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ കണ്ടു. അവിടെ നമുക്ക് ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, കാഹളനാദത്തിന്റെ കാലം, അല്ലേ? സ്തോത്രം. കാഹളനാദത്തിന്റെ കാലം. ടൈം ഓഫ്, എന്താ അവിടെ വായിക്കുന്നത്? മലയാളത്തിൽ 6-ാമത്തെ വാക്യമാണ്. ഇംഗ്ലീഷിൽ എടുക്കുന്ന 7-ാമത്തെ വാക്യത്തില്ല. ഇൻ ദ ഡേയ്സ് ഓഫ് ദ സൗണ്ടിങ് ഓഫ് ദ 7th ഏഞ്ചൽ. ഇംഗ്ലീഷിൽ അത് 2-ാമതാ വരുന്നത്, മലയാളത്തിൽ ആദ്യം. മലയാളത്തിന്റെ ആക്രമം അനുസരിച്ച് ഞാനങ്ങ് പറയാം. അതായത് കാഹളനാദത്തിന്റെ കാലം. The days or the time of the sounding of the 7th angel. അപ്പോൾ 7-ാമത്തെ കാഹളം ഊതുന്നത് ഒരു പ്രത്യേക നിമിഷത്തേക്കല്ല. ഇറ്റ്സ് അബൌട്ട് എ ടൈം പീരീഡ്. ഒരു കാലം, കാഹളനാദത്തിന്റെ കാലം, ഒരു പ്രത്യേക പക്ഷേ ഹ്രസ്വമായ ഒരു കാലദൈർഘ്യം ഈ സംഭവങ്ങൾ നിറവേറുന്നതിന് ഉള്ളതായി നമുക്ക് മനസ്സിലാക്കാം. സ്തോത്രം. ഓരോ കാഹളനാദവും ഓരോ കാലയളവിനെ കുറിക്കുന്നതാണ്. പ്രത്യേകിച്ച് ഈ 7-ാമത്തെ കാഹളനാദത്തിന്റെ കാലം, the times or the particular days of this 7th trumpet. That means that trumpet will long for a couple of or a few days. That means the events that would occur during this 7th trumpet would long for a particular time. We don't know how much it is, but it will prolong for a particular appointed time. 7-ാമത്തെ കാഹളം ചില ദിവസങ്ങളിലേക്ക് നീണ്ടു നിൽക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്ന് വെച്ചാൽ 7-ാം കാഹളനാദത്തിങ്കൽ നടക്കേണ്ടുന്ന സംഭവങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് തീരത്തില്ലെന്ന്. ചില ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന സംഭവങ്ങളായിരിക്കും 7-ാം കാഹളനാദത്തിൽ എന്നാണ് അവിടെ പറയപ്പെട്ടിരിക്കുന്നത്. കാഹളനാദത്തിന്റെ നാളുകളിൽ, ഇംഗ്ലീഷിൽ എങ്ങനെയാണ്? The days of the 7th trumpet. സ്തോത്രം. അത് ഒരു പക്ഷേ ദീർഘമായ ചില ദിവസങ്ങൾ തന്നെ നീണ്ടു നിൽക്കുന്നതാകാം. ചിലരൊക്കെ അതിനെപ്പറ്റി അഭിപ്രായപ്പെടുന്നത് ഇറ്റ് മൈ കവർ സം ഡിസ്പെൻസേഷൻസ് എന്നാണ്. ചില യുഗങ്ങൾ പോലും നീണ്ടു നിൽക്കുന്ന കാര്യങ്ങളായി ചിലർ അതിനെ മനസ്സിലാക്കുന്നു. സ്തോത്രം. പ്രത്യേകിച്ച് ഈ 7-ാം കാഹളനാദത്തിന്റെ നാളുകൾ എന്ന് പറയുന്നത് ഈ മഹാപീഡനകാലത്തെ, ഈ പീഡകളുടെ, ന്യായവിധികളുടെ ഒക്കെ സമയമായി ദീർഘകാലങ്ങളായിട്ട് തന്നെ മനസ്സിലാക്കുന്നതിൽ തെറ്റില്ല. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടായിരിക്കുമല്ലോ. ഈ ഒരു കാലയളവ്, അതിനകത്ത് ഈ മഹാപീഡനം അതുപോലെ ന്യായവിധിയുടെ നാളുകളൊക്കെ ഉൾപ്പെടുന്നതാണ്. അതാണ് കാഹളനാദത്തിന്റെ
കാലമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇത്രയും മനസ്സിലായോ? അന്നേരം മഹോദ്രവകാലത്തിന്റെ 7 വർഷം എന്നുള്ളത് എവിടെ ചെന്നിരിക്കും? അതിനാണിപ്പോ പറയുന്നത് കാലം തീരാറായി എന്ന്. അത് അവസാനിക്കാൻ പോകുന്നു. ആ കാലഘട്ടം മുഴുവനും അവസാനിക്കാൻ പോവുകയാണ്. അതിന്റെ 6-ാം വാക്യത്തിന്റെ തുടക്കത്തിലാണ് പറഞ്ഞത് ഇനി കാലമുണ്ടാകുകയില്ല എന്ന് പറഞ്ഞാൽ ഇനി കാലദൈർഘ്യം ഉണ്ടാവുകയില്ല. അതെപ്പോഴാ സംഭവിക്കുന്നത്? അതാണ് വിശദീകരണം. 7-ാമത്തെ കാഹളം ഊതുന്ന കാലത്ത്. അപ്പോൾ ഈ സംഭവങ്ങളുടെ പര്യവസാനം കുറിക്കാൻ പോവുകയാണിപ്പോൾ 7-ാം കാഹളത്തിന്റെ തുടക്കത്തോടുകൂടെ, അല്ലെങ്കിൽ 7-ാം കാഹളനാദം ഊതുന്നതോടുകൂടെ ഈ സംഭവങ്ങളൊക്കെ തീരാൻ പോകുന്നു. അതിന്റെ പര്യവസാനം വന്നിരിക്കുന്നു, കൺസ്യൂമേഷൻ വന്നിരിക്കുന്നു. അപ്പോൾ ഈ കാഹളനാദങ്ങളൊക്കെ ഒരു കാലത്തെ തന്നെ കാണിക്കുന്നു എന്നാണ് അവിടെ മനസ്സിലാക്കുന്നത്. അത് ഈ കാഹളങ്ങൾ ഊതുന്നത് ആ സംഭവങ്ങളുടെ അവസാന പര്യവസാന പൂർത്തീകരിക്കുന്ന നാളുകളിലാണെന്ന് മനസ്സിലാക്കാം. So these are some particular time periods happening, these judgments and all. When the 7th angel blows the trumpet, that is about to come to the consummation. എന്താ കൺസ്യൂം ചെയ്യാൻ പോകുന്നത്? എന്താണ് കൺസ്യൂമേഷനിലേക്ക് എത്തുന്നത്, ഈ പൂർത്തീകരണത്തിലേക്ക് എത്തുന്നത്? The mystery of God, ദൈവത്തിന്റെ മർമ്മം. ദൈവത്തിന്റെ മർമ്മം അതെന്താണെന്നുള്ളതിലേക്ക് നമുക്ക് എത്താം. അതിനു മുൻപുള്ള കാര്യങ്ങളിൽ മറ്റെന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിച്ചാട്ടെ. അപ്പൊ ഈ 7-ാമത്തെ കാഹളം ഊതുന്നതോടുകൂടെ ഇവകൾക്കെല്ലാം പൂർത്തീകരണം സംഭവിക്കുന്നു. എന്തിനെല്ലാം? The mystery of God. മിസ്റ്ററി ഓഫ് ഗാഡ്. ഇച്ചിരൂടെ മഹോദ്രവകാലം, ഇസ്രായേലിന്റെ വീണ്ടെടുപ്പ് അല്ലെങ്കിൽ നിരപ്പ്. mystery of God declared to his servants the prophets. അങ്ങനല്ലേ നമ്മൾ അതിന്റെ മലയാളത്തിൽ 6-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്? കാളനാദത്തിന്റെ കാലത്ത് ദൈവത്തിന്റെ മർമ്മം. ഏതു മർമ്മം? അവൻ തന്റെ ദാസന്മാരായ പ്രവാചകന്മാർക്ക് അറിയിച്ചു കൊടുത്തതുപോലെ. അപ്പോൾ ഏതായി മർമ്മം? ദാനിയേലിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്ന ദാനിയേലിന്റെ മാത്രമല്ല, അവിടെ ഒന്നിച്ചെഴുതിയിട്ടുണ്ടല്ലോ ഇതെല്ലാം കൂടെ ചേർത്ത്. പ്രവാചകന്മാർക്ക്, പഴയ നിയമ പ്രവാചകന്മാർക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുത്ത ഒരു കാലം, ആ കാലങ്ങളിൽ സംഭവിക്കേണ്ട സംഭവ വികാസങ്ങൾ, അതാണ് ആ ദൈവം അറിയിച്ചു കൊടുത്ത കാലമാണ് ഇവിടെ 7-ാം കാഹളനാദത്തിന്റെ കാലം എന്ന് പറഞ്ഞത്.
The days of the seventh trumpet means the days of the prophecy fulfillment of the mystery of God. God conveyed to the Old Testament prophets. പഴയ നിയമ പ്രവാചകന്മാർക്ക് ദൈവം അറിയിച്ചു കൊടുത്ത പഴയ നിയമകാലത്ത് അറിയപ്പെടാതെ മർമ്മമായിരുന്ന കാര്യങ്ങളുടെ നിവർത്തീകരണം, അത് നിവർത്തിക്കാനുള്ള കാലം അടുത്തിരിക്കുന്നു, സമയം അടുത്തിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അതിലെ പ്രധാന കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. മഹാപീഡനകാലം, ദാനിയേലിലും യിരെമ്യാവിലും ഒക്കെ നമ്മൾ കണ്ടായിരുന്നല്ലോ. ദ ടൈം ഓഫ് ട്രിബുലേഷൻ. സ്തോത്രം. യിരെമ്യാവ് 30:47 നമ്മൾ നേരത്തെ കണ്ടതാ. ജെറമായ 30:47, ഐശയ 24:17-20, യെശയ്യാവ് 34:17 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. ഇവിടങ്ങളിലൊക്കെ മഹാപീഡനകാലത്തെ കുറിച്ച് കാണുന്നു. നെക്സ്റ്റ് ഈസ് അബൌട്ട് ദ മില്ലേനിയം, യേശുക്രിസ്തുവിന്റെ സഹസ്രാബ്ദ വാഴ്ച. പിന്നെ ജഡ്ജ്മെന്റ്സ്, ന്യായവിധികൾ. റെസ്റ്റോറേഷൻ ഓഫ് ഇസ്രായേൽ, ഇസ്രായേലിന്റെ വീണ്ടെടുപ്പ്. ഇങ്ങനെയുള്ള ദൈവം പണ്ട് തന്നെ പ്രവാചകന്മാരിലൂടെ അരുളി ചെയ്ത കാര്യങ്ങളുടെ പൂർത്തീകരണത്തിനുള്ള സമയമെടുത്തിരിക്കുന്നു. അതാണ് ഇവിടെ പറയുന്ന മിസ്റ്ററി ഓഫ് ഗാഡ്, ദൈവത്തിന്റെ മർമ്മം. സ്തോത്രം. അതിനോട് ചേരുന്ന ഒന്നും ഇല്ലയോ എഫെസ്യ ലേഖനം 3-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്ന ക്രിസ്തുവിനിൽ ദൈവത്തിൽ അനാദികാലം മുതൽ മറിഞ്ഞു കിടന്ന മർമ്മം എന്നൊക്കെ പറയുന്നത് അല്ല. ആ മർമ്മം ദൈവസഭയെ കുറിച്ച. ആ മർമ്മവും ഈ മർമ്മവും രണ്ടും രണ്ടാം. ഇവിടെ പറഞ്ഞിരിക്കുന്ന മർമ്മം എടുത്തു പറഞ്ഞിരിക്കുന്നു. ദൈവത്തിന്റെ മർമ്മം അവൻ തന്റെ ദാസന്മാരായ പ്രവാചകന്മാർക്ക് അറിയിച്ചു കൊടുത്തതുപോലെ. എന്നാൽ പൗലോസ് അവിടെ എഫേസ്യർ 3-ലും കൊലോസ്യർ 1-ലും പറയുന്നു, ഇന്നത്തെ പോലെ ഈ മർമ്മം പണ്ട് പ്രവാചകന്മാർക്ക് വെളിപ്പെട്ടിരുന്നില്ല. അപ്പം ഈ രണ്ട് മർമ്മങ്ങളും രണ്ടാണ്. പൗലോസ് അവിടെ പറയുന്ന മർമ്മം ദൈവസഭ എന്ന മർമ്മമാണ്. അത് ആരോട് കർത്താവ് പറഞ്ഞിരുന്നില്ല. അത് അപ്പോസ്തലന്മാർക്കും പുതിയ നിയമ പ്രവാചകന്മാർക്കുമാണ് വെളിപ്പെടുത്തിയത്. എന്നാൽ ഇവിടെ പറയുന്ന മർമ്മം പഴയ നിയമ പ്രവാചകന്മാരുടെ കാര്യത്തിലാണ്. ആ വ്യത്യാസം രണ്ട് മർമ്മങ്ങൾക്കും ഇടയിലുണ്ട്. സ്തോത്രം. വേദപുസ്തകത്തിൽ മർമ്മം എന്ന് പറഞ്ഞാൽ ദൈവീക വെളിപ്പാടുകൾ കൂടാതെ അറിയാൻ കഴിയാത്ത രഹസ്യങ്ങൾ എന്നാണ് അർത്ഥം. A mystery in biblical sense is those secrets in things which are still unknown without divine revelation. ദൈവീക വെളിപ്പാടുകൾ കൂടാതെ മനുഷ്യർക്ക് അറിയാൻ കഴിയാത്ത രഹസ്യങ്ങളാണ് മർമ്മങ്ങൾ. So mysteries are those secret things which are still hidden without divine revelation. ഇപ്പൊ പഴയ നിയമത്തിലും ഈ പറയപ്പെട്ട ഒത്തിരി കാര്യങ്ങൾ പ്രവചിക്കപ്പെട്ടിരുന്നെങ്കിലും അതെന്താണ് എങ്ങനെയാണെന്നൊന്നും അവർക്ക് അറിവായി വന്നിരുന്നില്ല.
അറിഞ്ഞിരുന്നില്ല. അതാണ് മർമ്മം എന്ന നിലയിൽ പ്രസ്താവിക്കുന്നത്. സ്തോത്രം. എന്നാൽ പഴയ നിയമത്തിൽ മർമ്മമായിരുന്ന പലതും ദൈവം നമുക്ക് തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. ആ മർമ്മങ്ങളുടെ പൂർത്തീകരണത്തിന്റെ കാലം ഇപ്പോൾ ഈ പറയപ്പെടുന്ന സമയത്തെത്തി എന്ന് മാത്രം. എന്നാൽ ആ മർമ്മങ്ങളെ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നു. അതോർത്ത് ദൈവത്തിന് സ്തോത്രം. ആ ഏറ്റവും പ്രധാന മർമ്മം ദൈവസഭ, അതിൽ എന്നെയും നിങ്ങളെയും പങ്കാളികളാക്കുവാൻ ദൈവത്തിന് പ്രസാദമായി. സ്തോത്രം. ഈ മർമ്മങ്ങളുടെ പൂർത്തീകരണത്തിനും മുമ്പേ നമ്മെ കർത്താവ് തന്റെ സന്നിധിയിലേക്ക് ചേർക്കും. തന്നോട് നമ്മെ അനുരൂപരാക്കി തീർക്കും. നമുക്ക് കർത്താവിനെ താൻ ഇരിക്കും പോലെ തന്നെ കണ്ട് ഈ സംഭവങ്ങളൊക്കെ നിറവേറുമ്പോൾ കർത്താവിനോട് കൂടെ ഇരുന്ന് എല്ലാം ഏറ്റവും നന്നായി കാണാനും അറിയാനും, അപ്പോഴും ഇവയൊക്കെ സംഭവിക്കും. നൂറ്റാണ്ടുകൾക്കും മുമ്പേ ദൈവം തന്റെ ദാസന്മാരായ പ്രവാചകന്മാരെ അറിയിച്ചതോർത്ത് നമുക്കപ്പോഴും കർത്താവിനെ കുമ്പിടുവാനും കാരണമായി തീരും. ദൈവത്തിന് സ്തോത്രം. ആ പ്രത്യേക അനുഭവങ്ങളിലൂടെ മുൻപോട്ട് ജീവിപ്പാൻ, ക്രിസ്തുവിന്റെ വരവിൻ പ്രത്യാശയാൽ നിറയപ്പെട്ടിരിപ്പാൻ, ആ വാഗ്ദത്തങ്ങൾ നിമിത്തം ലോകത്തിൻ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞ് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാനും ദൈവം നമ്മെ ഒരുക്കട്ടെ, സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് ഞാനിവിടെ നിർത്തിക്കൊള്ളട്ടെ. കർത്താവിന്റെ വരവ് താമസിച്ചാൽ നമുക്കിതിന്റെ ബാക്കി ഭാഗം നാളെ ചിന്തിക്കാം. അതുവരേക്കും എല്ലാവർക്കും വന്ദനം. മാറാനാഥ.